നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും റെഗുലറായിട്ട് നിക്ഷേപം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ പലപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോസ്റ്റ് ആവറേജിങ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെയോ അല്ല മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെയോ കോസ്റ്റ് ആവറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഗുലറായിട്ട് SIP റൂട്ടിലോ അല്ല എങ്കിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് മാർക്കറ്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് വരുന്ന സമയങ്ങളിലോ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. ഇതിന് സാധാരണയായിട്ട് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്നാണ് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണയായിട്ട് SIP റൂട്ടിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് മുഖാന്തരം നമ്മുടെ കോസ്റ്റ് ആവറേജ് ചെയ്യുകയും ലോങ് ടേമിലേക്ക് നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ഗെയിൻ ലഭിക്കുകയും ചെയ്യും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല വ്യക്തികളും പല സമയങ്ങളിലും അവർ പല സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ടാവാം. ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക്കിയാണ്. അതോടൊപ്പം തന്നെ ആ പർട്ടിക്കുലർ കമ്പനിയുടെ പെർഫോമൻസിനെ റിലേറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാകാം. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പല സമയങ്ങളിലും നമ്മൾ വലിയ പ്രൈസ് കൊടുത്ത് പല കമ്പനികളുടെയും ഷെയറുകൾ വാങ്ങാറുണ്ട്. എന്നാൽ മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഷെയറുകൾ വാങ്ങി നമ്മൾ കോസ്റ്റ് ആവറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഉള്ള കോസ്റ്റ് ആവറേജിങ് പല സമയങ്ങളിലും നമ്മളെ കൂടുതൽ നഷ്ടത്തിലേക്കാണ് നയിക്കുക. നിങ്ങളൊരു കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ കോസ്റ്റ് ആവറേജ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. പല സമയങ്ങളിലും നമ്മൾ ഈ കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്ന മെത്തേഡ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ആ കമ്പനിയുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വലിയ വില കൊടുത്ത് ആ സ്റ്റോക്ക് വാങ്ങി, എന്നാൽ ഘട്ടം ഘട്ടമായിട്ട് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ലോസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ക്യാപിറ്റൽ ലോസ് മിനിമൈസ് ചെയ്ത് ഫ്യൂച്ചറിൽ വലിയൊരു ലാഭം ഉണ്ടാക്കാം എന്ന രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് കോസ്റ്റ് ആവറേജിങ് ചെയ്യുന്നത്. കോസ്റ്റ് ആവറേജിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഞാനൊരു പർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതാണ്. ഈ 10 വർഷത്തിനിടയിൽ ഞാൻ 30 പ്രാവശ്യം ആ കമ്പനിയുടെ സ്റ്റോക്ക് പല പ്രൈസുകളിൽ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതേപോലെയുള്ള കോസ്റ്റ് ആവറേജിങ്ങിലൂടെ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ സ്റ്റോക്കിൻ്റെ പർച്ചേസിലൂടെ എനിക്ക് കോസ്റ്റ് ആവറേജ് ചെയ്ത് ഇന്നും മാർക്കറ്റ് വളരെ ഡൗൺ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ആ സ്റ്റോക്കിൽ നിന്ന് നല്ലൊരു ലാഭം അല്ലെങ്കിൽ റിട്ടേൺസ് ഇപ്പോഴും കാണിക്കുന്നത് എങ്ങനെയെന്നാണ് നിങ്ങളെ വ്യക്തമായിട്ട് ഒരു പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടിയും ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മളൊരു സ്റ്റോക്കിൽ കോസ്റ്റ് ആവറേജ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള സ്റ്റോക്കുകളായിരിക്കണം, നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി ആയിരിക്കണം. മൊമെൻറ്റം സ്റ്റോക്കുകളുണ്ട്. സാധാരണ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള റിട്ടേൺസ് നമുക്ക് നൽകുന്ന തരത്തിലുള്ള സ്റ്റോക്കുകൾ, അതേപോലെയുള്ള സ്റ്റോക്കുകളിൽ നിക്ഷേപം നടത്തി കോസ്റ്റ് ആവറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിലുള്ള പ്രിഡിക്ഷനെ ബേസ് ചെയ്തിട്ടും നിങ്ങൾ കോസ്റ്റ് ആവറേജിങ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഫണ്ടമെൻ്റലി വീക്കായിട്ടുള്ള കമ്പനികളിൽ നിങ്ങൾ പിന്നെയും നിക്ഷേപങ്ങൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലോസ് കൂടാനായിട്ടാണ് അത് സഹായിക്കുകയുള്ളൂ. ഈ പർട്ടിക്കുലർ കമ്പനിയുടെ പെർഫോമൻസ് നിങ്ങൾ പീരിയോഡിക്കലായിട്ട് മോണിറ്റർ ചെയ്യണം. അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് പല കാരണങ്ങൾ കൊണ്ട് കറക്ഷനിലേക്ക് വരാം, താഴോട്ട് വരാം, മേളിലേക്ക് പോകാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് റീസൺ കൊണ്ടാണ് ഈ കമ്പനിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ പ്രൈസ് കുറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടും ഇത് പൊതുവായിട്ട് നമ്മുടെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് സോണിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനി, ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനി, ഫണ്ടമെൻ്റലി വീക്ക് കമ്പനി എന്ന് യാതൊരുവിധ തരംതിരിവുമില്ലാതെ മിക്കവാറും എല്ലാ കമ്പനികളുടെയും സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോകുന്ന ഒരു സിനാരിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫണ്ടമെൻ്റലി വീക്കായിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് മറ്റ് കമ്പനിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ പെർസെൻറ്റേജ് ആയിരിക്കും താഴോട്ട് പോകുക. എന്ന് വെച്ചാൽ അതേപോലെയുള്ള കമ്പനികളിൽ
ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ റിസ്ക് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മാർക്കറ്റ് നോർമൽ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻസ് ഒന്നുമില്ല, കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഷെയർ പ്രൈസ് കുറയുകയാണെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ആ കമ്പനിയുടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവാം, അതിൻ്റെ കമ്പനിയുടെ പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് കുറഞ്ഞ് അവരുടെ സെയിൽസ് വോളിയം ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം, മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂ കാരണം കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് കുറഞ്ഞിട്ടുണ്ടാവാം. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികളാണെങ്കിൽ ഗ്ലോബൽ ലെവലിൽ നടക്കുന്ന പല കാര്യങ്ങളും ആ കമ്പനിയുടെ സെയിൽസിനെ അല്ലെങ്കിൽ എക്സ്പോർട്ടിനെ വേണമെങ്കിൽ അഫക്റ്റ് ചെയ്യാം. നമ്മൾ ഇതേപോലെയുള്ള കോസ്റ്റ് ആവറേജിങ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ നടത്തേണ്ട ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്, ഒരേ കാറ്റഗറിയിൽ പെടുന്ന അനേകം കമ്പനികൾ ഇന്ന് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറി ആവറേജുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ കമ്പനിയുടെ പെർഫോമൻസ് പുവറാണ്, അല്ലെങ്കിൽ ഈ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല, സ്റ്റോക്ക് പ്രൈസ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ കമ്പനി സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതേപോലെയുള്ള കമ്പനികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ലോസ് കൂടി വരുമെന്നല്ലാതെ അതിൽ നിന്ന് പലപ്പോഴും നിങ്ങൾക്ക് കോസ്റ്റ് ആവറേജിങ്ങിലൂടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഇല്ല. സാധാരണയായിട്ട് നമ്മൾ കോസ്റ്റ് ആവറേജിങ് നടത്തുമ്പോൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള മാർക്കറ്റിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ഒരു കമ്പനിയുടെ പ്രൈസ് കുറയുന്നു എന്നുള്ള ഒരു സാഹചര്യം മുതലാക്കിയാണ് കോസ്റ്റ് ആവറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ആ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുന്നത്. ഇവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ടൈമിൽ ഇതേപോലെ വരുന്ന പ്രൈസ് വേരിയേഷൻ മുതലാക്കി മാർക്കറ്റിലെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് എല്ലാം മാറുമ്പോൾ ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മേളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ വാങ്ങിയിരിക്കുന്ന ഷെയറുകൾ കൂടിയ വിലയ്ക്ക് നമുക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിലേക്ക് നമുക്ക് കീപ്പ് ചെയ്യാമെന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ഈ സ്റ്റോക്കുകൾ കുറഞ്ഞ പ്രൈസിൽ വാങ്ങുന്നത്. പക്ഷേ വീക്കായിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു കമ്പനിയിലാണ് നിങ്ങൾ പിന്നെയും വാങ്ങി കോസ്റ്റ് ആവറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നാച്ചുറലായിട്ടും താഴോട്ടായിരിക്കും പോവുക. ഓരോ പ്രാവശ്യവും നിങ്ങൾ വാങ്ങുന്ന സ്റ്റോക്കിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കാം. അത് ഫൈനലായിട്ടും നമുക്ക് നമ്മുടെ ലോസ് അക്യുമുലേറ്റ് ചെയ്യാനാണ് സഹായിക്കുകയുള്ളൂ. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന മിക്കവാറും വീഡിയോകളെല്ലാം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. ഈ വീഡിയോയിലും ഞാനൊരു പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട്. ആ പ്രസൻറ്റേഷനിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് കോസ്റ്റ് ആവറേജിങ് വർക്ക് ചെയ്യുന്നത്, ഏതേപോലെയുള്ള കമ്പനികളാണ് കോസ്റ്റ് ആവറേജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ ഈ എക്സാമ്പിളിലായിട്ട് എടുക്കുന്നത്, ഞാൻ 2013 മുതൽ റെഗുലറായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഷെയറുകൾ വാങ്ങാറുണ്ട്. ഏതൊക്കെ സമയങ്ങളിലാണ് ഞാൻ ഈ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കുകൾ വാങ്ങി കോസ്റ്റ് ആവറേജ് ചെയ്തത്, ആ കോസ്റ്റ് ആവറേജിങ്ങിൽ നിന്ന് എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ, ഈ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്തും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം അതിൽ വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ പ്രസൻറ്റേഷനിൽ സംസാരിക്കുന്നുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റോക്കുകളിൽ നമ്മൾ കോസ്റ്റ് ആവറേജിങ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫെഡറൽ ബാങ്കാണ്. ഇത് എൻ്റെ സ്വന്തം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 2014 മുതലുള്ള നിക്ഷേപം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ 2014നും 2025നും ഇടയിൽ ഏകദേശം 30 പ്രാവശ്യം ഞാൻ ഈ സ്റ്റോക്കുകൾ പല അവസരങ്ങളിലായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഒരു സ്റ്റോക്ക് കോസ്റ്റ് ആവറേജിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ആയിരിക്കണം. അതോടൊപ്പം തന്നെ റീസണബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നൽകുന്ന സ്റ്റോക്ക് ആയിരിക്കണം. ഈ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്ക് നമുക്ക് അമിതമായിട്ടുള്ള റിട്ടേൺസ് ഒന്നും നൽകുന്നില്ല എങ്കിൽ തന്നെയും മാർക്കറ്റ് ഡൗൺ ആകുന്ന സാഹചര്യത്തിലും മറ്റും ഈ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ അധികം വേരിയേഷൻസും വരുന്നില്ല. ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ നല്ല പെർഫോമൻസ് നൽകുന്ന ഒരു ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. 2014 134 രൂപ വിലയ്ക്കാണ് ഈ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ 2018 നോക്കുക, ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 69 രൂപയായി. പല അവസരങ്ങളിലും ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 100 രൂപയിൽ താഴെ വന്നിട്ടുണ്ട്. കോവിഡിൻ്റെ സമയത്ത്
ഈ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്ക് 38 രൂപയ്ക്ക് വരെയും ഞാനിത് വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം പല അവസരങ്ങളിലും ഇതിൻ്റെ പ്രൈസ് 100 രൂപ താഴെയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം ഈ സ്റ്റോക്ക് പ്രൈസിൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, സ്റ്റോക്ക് പ്രൈസ് കൂടിയിട്ടുണ്ട്. മറ്റ് ചില കമ്പനികൾ പോലെ ഈ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കിൽ നമുക്ക് അമിതമായിട്ടുള്ള ഒരു ലാഭം നമുക്ക് ലഭിക്കാനായിട്ടുള്ള ചാൻസ് കുറവാണ്. അതായത് റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യുന്നു, അതോടൊപ്പം റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺസ് നൽകുന്നു. മാർക്കറ്റ് ഡൗൺ ആകുന്ന സാഹചര്യത്തിലും മറ്റും നമുക്ക് അധികം ലോസ് ഇല്ലാത്ത രീതിയിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. 2024 ഒക്ടോബറിൽ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഞാൻ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 200 രൂപ വരെയൊക്കെ ഇതിൻ്റെ പ്രൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യം, ഇതേപോലെയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടും. അതോടൊപ്പം തന്നെ റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ് ഫെഡറൽ ബാങ്ക്. എല്ലാ വർഷവും ഈ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് ലഭിക്കാറുണ്ട്. ആ ഡീറ്റെയിൽസാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം 2 തരത്തിലാണ് നമുക്ക് റിട്ടേൺസ് ലഭിക്കുന്നത്. ഒന്ന്, ആ സ്റ്റോക്ക് പ്രൈസിലുണ്ടാകുന്ന ഇൻക്രീസ്. 2, ഈ കമ്പനികൾ നമുക്ക് റെഗുലറായിട്ട് നൽകുന്ന ഡിവിഡൻഡുകൾ. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 30 പ്രാവശ്യം ഈ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 104 രൂപയാണ്. ഈ സ്റ്റോക്കിൻ്റെ നിലവിലെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 177 രൂപ 62 പൈസയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ 52 വീക്സ് ഹൈ എന്ന് പറയുന്നത് 217ഉം 52 വീക്ക് ലോ എന്ന് പറയുന്നത് 139 രൂപയാണ്. അപ്പം ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏകദേശം 140 രൂപ വരെയും വന്നിരുന്നു. അതിന് ശേഷമാണ് ഈ മാർക്കറ്റ് ഡൗൺ ആയിട്ടുള്ള സാഹചര്യത്തിലും ഇതിൻ്റെ പ്രൈസ് 177 രൂപയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ ഞാൻ പല സമയങ്ങളിലായിട്ട് നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളിൽ ഈവൻ 194 രൂപ വരയ്ക്കും ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 104 രൂപയാണ്. ഇന്നത്തെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് 177 രൂപ. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് എനിക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് ആക്ച്വലായിട്ട് ഇപ്പം ലഭിച്ചിരിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത്. 4,17,000 രൂപ പല സമയങ്ങളിലായിട്ട് ഞാൻ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഏകദേശം 4,000 ഷെയറാണ് എനിക്കുള്ളത്. എൻ്റെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 104. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 177 രൂപ. 4,17,000 രൂപ ഇതിൻ്റെ കോസ്റ്റാണ്. ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 7,10,000 രൂപയോളം വരും. ഏകദേശം 3 ലക്ഷം രൂപയോളം ഈ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സാഹചര്യത്തിലും ഈ സ്റ്റോക്കിൽ നിന്ന് എനിക്ക് ഗെയിൻ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇതേപോലെ പല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്ക് പർട്ടിക്കുലറായിട്ട് ഞാനിവിടെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. മാർക്കറ്റിൽ വരുന്ന വലിയ വേരിയേഷൻസ് അധികം അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്റ്റോക്കുകളിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. 28 ഫെബ്രുവരിയിൽ, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തത് 177 രൂപ 62 പൈസയ്ക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 194 നിന്ന് 177 ആയിട്ട് കുറഞ്ഞു. ഒരു ഷെയറിൽ വെറും 17 രൂപയുടെ മാത്രം കുറവാണ് സംഭവിച്ചിട്ടുള്ളൂ. നിഫ്റ്റിയും BSE സെൻസെക്സ് എല്ലാം ഏകദേശം 15% കറക്ഷൻ വന്നു. മിഡ് ക്യാപ്പ് കമ്പനികളിലും അതേപോലെ തന്നെ സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ ഓഹരികളിലും പല കമ്പനികളിലും 20 മുതൽ 60% കൂടുതൽ വരെയും പല കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ പർട്ടിക്കുലർ ബാങ്കിൻ്റെ, ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കിലുണ്ടായിരിക്കുന്ന കുറവെന്ന് പറയുന്നത് വെറും 8.78% ആണ്. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് അമിത ലാഭം നമ്മൾ തേടിപ്പോയാൽ പല സമയങ്ങളിലും നമുക്ക് വലിയ നഷ്ടം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനിതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇത് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് ആരും കൺസിഡർ ചെയ്യരുത്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കണം, അതോടൊപ്പം തന്നെ നമ്മൾ കോസ്റ്റ് ആവറേജ് ചെയ്യുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള സ്റ്റോക്കുകളിലായിരിക്കണം കോസ്റ്റ് ആവറേജിങ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസായിട്ട് ആരും കൺസിഡർ ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ കോസ്റ്റ് ആവറേജിങ് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയുള്ള കമ്പനികളാണ് കോസ്റ്റ് ആവറേജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്നും. സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലുമുള്ള നിക്ഷേപങ്ങൾ വളരെ റിസ്ക്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റ് നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള
അല്ലെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം തേടിയതിനു ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഈ വീഡിയോയിൽ ഫെഡറൽ ബാങ്കിനെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തു. ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷനായിട്ട് കൺസിഡർ ചെയ്യരുത്. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള 1200ഓളം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.